സോമു, സോമു, എന്താടാ ചെയ്ത്? നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. നമ്മുടെ സോമു എന്താ ചെയ്യുന്നെന്ന് നോക്ക്. അയ്യോ സോമു വേണ്ടടാ, പുറത്തേക്ക് വാടാ, നോക്ക് അവൻ എന്താ ചെയ്യുന്നെന്ന്. അയ്യോ മോനെ, അമ്മ പറയുന്നത് കേക്ക്. ആരെങ്കിലും എന്റെ മോനെ ഒന്ന് രക്ഷിക്കേ. അമ്മ പറയുന്നത് കേക്ക് മോനെ, പുറത്തേക്ക് വാ. അയ്യോ ഒന്ന് വേഗം പോ. മോനെ നിനക്ക് എന്തിന്റെ കുറവാടാ ഇവിടെ? നീ എന്തിനാ മോനെ എങ്ങനെ ചെയ്തേ? എന്തൊക്കെ പ്രശ്നമുണ്ടോ നിനക്ക് ഞങ്ങളോട് പറഞ്ഞൂടെ? എന്തിനാ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? സോമു എന്താ കാര്യം പറ. എക്സാമില് ഫെയിൽ ആയിട്ടാ. എക്സാമിൽ ഫെയിൽ ചെയ്ത് ചാടി ചാകാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര തവണ ചാവണം? അതിനെന്തിനാണ് ഇങ്ങനെ ചെയ്തേ? അല്ല ഈ അടുത്തൊന്നും എക്സാം ഉണ്ടായില്ലല്ലോ. കണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇങ്ങനെ സൂസൈഡ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി വിഷമിക്കാൻ ഒരു അമ്മ, കഷ്ടപ്പെടാൻ ഒരു അച്ഛൻ, എമോഷണൽ ആവാൻ ഒരു ചേട്ടൻ. നിങ്ങൾ സൂസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഓക്കെ? എന്താടാ ഇതൊക്കെ? അമ്മ ഇങ്ങനത്തെ വീഡിയോ ഇട്ട് ഒരുപാട് പൈസ കിട്ടും അമ്മേ. നിനക്ക് ആദ്യം പറയായിരുന്നില്ലേ നല്ല സാരി ഉടുത്തേനെ ഞാൻ. ഓ പിന്നെ നല്ല സാരി. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? ഇതുവരെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലേ? ഇവൻ നമ്മളെല്ലാരും പറ്റിക്കുക. എടാ നീ ഒന്നും പറയണ്ട, അവൻ നന്നായി പഠിക്കുന്നുണ്ട്, ആലോചിച്ച് ഓരോന്നും ചെയ്ത് സമ്പാദിക്കുന്നുണ്ട്. നീ എന്താ ചെയ്യുന്നത്? ഇവന്റെ ജീവിതം എന്റെ അമ്മ ചീത്ത വിളിക്കുമ്പോ ഉദിക്കും, പിന്നെ നാട്ടുകാര് ചീത്ത വിളിക്കുമ്പോ അസ്തമിക്കും. വരട്ടെ 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 വാ. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്, എല്ലാരും ടിക്കറ്റ് വാങ്ങണം. അടുത്ത സ്റ്റോപ്പിൽ ചെക്കിംഗ് ഉണ്ട്. ടിക്കറ്റ് വാങ്ങിക്കോ. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. അമ്മേ ടിക്കറ്റ് വാങ്ങിച്ചോ? അമ്മേ ടിക്കറ്റ് വാങ്ങിച്ചോ? എങ്ങോട്ടാ പോണ്ടേ? അങ്ങോട്ട് പോണം. അങ്ങോട്ടോ? അങ്ങോട്ടെന്ന് പറഞ്ഞാ അങ്ങോട്ട് തന്നെ. നിന്റെ മുത്തച്ഛനെ കാണാൻ. നിന്റെ മുത്തച്ഛനെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഞാൻ ജീവൻ പിടിച്ചു വെച്ചിരിക്കാം. മുത്തച്ഛനെ കണ്ടിട്ട് ജീവൻ വിട്ടേക്കാം. കിഴവി എങ്ങോട്ടാ പോണ്ടേന്ന് ചോദിച്ചപ്പോ ജീവൻ പിടിച്ചു വെച്ചിരിക്കുക, അപ്പൂപ്പനെ കാണാൻ പോണെന്നൊക്കെ പറയുന്നത്. എങ്ങോട്ടാ പോണ്ടേന്ന് പറ. മോന്ത കണ്ടില്ലേ മോന്ത? നിനക്കൊക്കെ ആരാടാ ജോലി തന്നത്? എംബോക്കി മര്യാദ അല്ലാതെ സംസാരിക്കുന്നു. 20 ഉറുപ്പിക ടിക്കറ്റ്. 20 രൂപയുടെ ടിക്കറ്റ് എവിടെ ഇറങ്ങണം അവിടെ ഇറങ്ങിക്കോ. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. എവിടെ പോണം? മുന്നിൽ ഇവിടെ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഇവിടെ വന്ന് രുചിച്ച് താഴെ വന്ന് മൊത്തം എവിടെയൊക്കെ സ്പീഡ് ബ്രേക്കർ ഉണ്ടോ അവിടെയൊക്കെ സ്ലോ ചെയ്ത് ഒന്നുകൂടി താഴോട്ട് ഇറങ്ങി ഒന്ന് വലിച്ചു പിടിച്ചാ. എടാ എന്ത് പറ്റിയടാ നിനക്ക്? വേണ്ടാത്തടത്തൊന്നും പിടിക്കില്ലേ? എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ? ഞാൻ തൊട്ടിട്ടും നിങ്ങൾക്ക് ഒരു വികാരവും ഇല്ലല്ലോ. ശരി വീട്, ഞാൻ പോകാൻ വേണ്ടിയ സ്ഥലത്തേക്ക് ഒരു ടിക്കറ്റ് ഇങ്ങത്താ. ഇവിടെ പോയിരിക്കാനാ? അവിടെ നോക്കി അവളുമാരിയ്ക്കാണ്, ഇവിടെ നോക്കി ഇവന്മാരിയ്ക്കാണ്. ഞാൻ ഇതാ തന്റെ ദേഹത്ത് വന്നിരിക്കാനാണ്. മാറി നിൽക്കടാ, അങ്ങോട്ട് മാറി നിൽക്ക്. കണ്ണു തുറന്ന് പിന്നെ ആരെ മുഖാണ് കണി കണ്ടത്? ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. വേഗത്തിൽ പോകുന്ന ബസ്സില് ശ്രീകുട്ടി ചിരിച്ചുകൊണ്ട് കുറച്ചു നാണത്തോടെ കണ്ണും നോക്കിക്കൊണ്ട് അവളൊന്ന് ചിരിച്ചപ്പോൾ വേഗത്തിൽ പോകുന്ന ബസ്സില് വേഗത്തിൽ പോകുന്ന ബസ്സില്. നീ എന്തോടി അവനെ വായും പൊളിച്ച് ഇങ്ങനെ നോക്കുന്നത്? ബാലരാജിന്റെ ചിരി നല്ല രസമുണ്ടല്ലേ? ഇല്ലല്ലോ, അത്രയ്ക്കൊന്നുമില്ലല്ലോ. എന്റെ കണ്ണിലൂടെ നോക്കടി, ബാലരാജ് ശരിക്കും ചന്ദ്രനെ പോലെയാ. ആ താടി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. എന്ത് ആ താടിയോ? ഏയ് ഒന്നും മിണ്ടാതിരിക്കേ. ചന്ദ്രനിലെ കറുപ്പിനെ പോലെയാ ബാലരാജിന് ആ താടിയുള്ളത്. എന്റെ അമ്മോ. മഹാ മഹാ മഹാ, ബാലരാജ് എന്നെ നോക്കുന്നുണ്ടോ? ഒന്ന് നോക്കടി. ആ നോക്കുന്നുണ്ട്. എനിക്കറിയാം ബാലരാജ് എന്നെ നോക്കുന്നു.
കഴിച്ചു. ഇവനെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഡാ ബാലരാജെ പ്ലീസ് ഡാ എന്നോടൊന്നും മിണ്ടടാ. ഡാ അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും മിണ്ടടാ പ്ലീസ് ഡാ. ഡാ ഡാ എന്താടാ അവന്റെ അടുത്ത് സംസാരിക്കാത്തെ? ഇപ്പൊ തന്നെ 4 വർഷമായല്ലോ. പാവാടാ അവന് നമ്മളല്ലാതെ വേറെ ആരാ ഫ്രണ്ട്സ്? നിനക്കൊന്ന് മിണ്ടിക്കൂടെ? അവൻ നമ്മളെ പറ്റിച്ചാരൊക്കെ നിങ്ങൾ മറന്നുപോയല്ലേ? ആ? അവൻ കാണിച്ചത് വിശ്വാസവഞ്ചനയല്ലേ? നമ്മൾ പറ്റിച്ചിരിക്ക. എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു, പക്ഷെ അവനോ വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വലിയ ഷിപ്പിൽ സ്ഥാനം കൊടുക്കുമ്പോഴത്തേക്കും ആ ഷിപ്പ് എന്നെ മുക്കിയില്ലടാ. നമ്മുടെയൊക്കെ കണ്ണീര് തുടച്ചു മാറ്റുമെന്ന് വിചാരിച്ച് അവൻ കണ്ണ് കുത്താൻ നിൽക്കുക. ഇതൊന്നും ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യ. അല്ല, അത്ര നിർബന്ധമാണെങ്കിൽ ചെന്ന് സംസാരിക്കോ. ചെല്ല്, പോയി സംസാരിക്ക്. അവൻ നമ്മളെ എല്ലാവരും പറ്റിച്ചതാ. ആ കാര്യം നിങ്ങൾ അവനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം. അതിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് എടാ ബാലരാജെ എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ തന്നെ. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ദാറ്റ് ഇസ് അബൌട്ട് മിസ്റ്റർ സുബ്രഹ്മണ്യൻ. കഴിഞ്ഞ ആഴ്ച നടന്ന ഓഫ് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ട് ആയി ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടിയിരിക്കുക. നമ്മുടെ കോളേജിൽ ഒരു നല്ല അഭിമാനമായത്. പിന്നെന്താ, ഒരു പൂച്ചട്ടിക്ക് അടുത്ത് ഗാർബേജ് ക്യാൻ ഉള്ളതുപോലെ ടോപ്പേഴ്സിന് അടുത്ത് ലോഫേഴ്സും ഉണ്ടാവാറുണ്ട്. ഇത് കണ്ടില്ലേ, പറഞ്ഞ് നാവ് അകത്തേക്ക് ഇട്ടില്ല. ഇതാ നമ്മുടെ ലോഫേഴ്സ് ബാച്ച്. എന്താടാ, സത്യമായിട്ട് നിനക്ക് തോന്നുന്നുണ്ട് ഈ വർഷം നീ പാസ്സാവുന്നത്? ഇത്തവണ എല്ലാത്തിലും പാസ്സാവുന്ന എന്റെ അമ്മയ്ക്ക് വാക്കൊടുത്ത് വന്നിരിക്കുക സാർ. അയ്യോ, ഇവന്റെയൊക്കെ കാര്യം. എടാ ചിരിച്ചിരിച്ച ആ സരൺ ബോയ് ഇന്നലെ ചാകുന്ന തോന്നുന്നു. അവനെ എണീപ്പിക്കടാ. കൊള്ളാം ഇവന്റെയൊക്കെ കാര്യം. നിർത്ത്. അതെ, ഇത്തവണ എന്തായാലും ബാലരാജ് ജയിക്കും. ബാലരാജിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ പിന്നെ മനസ്സിലാവും. ആയിക്കോട്ടെ. ബാലരാജ്, നീ പാസ്സാവും, എനിക്കറിയാം. നീ പാസ്സാവുന്നോ ഇല്ലയോ, ഉറപ്പായിട്ടും ഇത്തവണ ഫെയിൽ ആവും. നീ കണ്ടോ? എനിക്ക് വേണ്ടി ഒരു പെണ്ണ് കണ്ണീരൊഴുക്കി അവള് ക്ലാസ്സിന് പുറത്തു പോയാൽ ഞാൻ ഇവിടെ ഇരിക്കില്ല. നിന്നെ പിന്നെ എടുത്തോളാടി. ഒന്ന് പോടാ. എന്റെ ക്ലോസ് ഫ്രണ്ട് അവനില്ലാത്ത ക്ലാസ്സില് ഞാൻ എന്തിനാ ഇരിക്കുന്നേ? ഞാനും പോവാ. This is not fair and fair and lovely. Your words lovingly. മാങ്ങ തലയാ. എന്താ ദാസേട്ടാ, മകളുടെ കല്യാണത്തിന് വേണ്ടി ഭൂമി വിൽക്കാന്ന് കേട്ടു. മകള് കല്യാണം കഴിച്ച് അങ്ങ് പോവും. ഉള്ള സ്ഥലം വിറ്റാ പിന്നെ നിങ്ങളുടെ ഗതി എന്താ? ഇങ്ങ് വാ മോളെ. മരുമകൻ നിങ്ങളെ നോക്കുമെന്നാ വിചാരിക്കുന്നത്? ഉപജീവനമാർഗം തരുന്ന ഭൂമിയെ വിൽക്കുമെന്ന് പറയാൻ എങ്ങനെ തോന്നി? അത് പിന്നെ അമ്മേ, അമ്മേന്ന് വിളിച്ചാ മാത്രം മതിയോ? കഷ്ടപ്പെടുമ്പോ ഈ അമ്മയെ കുറിച്ച് ഓർമ്മ വന്നില്ലേ? ഇങ്ങോട്ട് വാ. ഇത് വെച്ചു ദാസേട്ടാ, നിങ്ങളുടെ മകളുടെ കല്യാണം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആവട്ടെ അമ്മേ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പോയിട്ട് വരൂ. കൊള്ളാലോ. ഡാ ബാലരാജെ പ്ലീസ് ഡാ എന്നോടൊന്നും മിണ്ടടാ. എടാ അവന്റെ അടുത്ത് സംസാരിച്ചു. നീ എന്താ കാണിക്കുന്നേ? ഏയ് നിക്ക്. അല്ല, നിങ്ങൾ എല്ലാവരും ഒരു ബാച്ച് തന്നെയല്ലേ? 4 മാസമായിട്ട് ഞാൻ നോക്ക. ഇവൻ എന്തിനാ അങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുന്നേ? ഇവൻ ദിവസം വരുന്നുണ്ട്. പ്ലീസ് എടാ, എന്നോടൊന്ന് സംസാരിക്കടാന്ന് നിങ്ങളോട് ദിവസം കെഞ്ചുന്നു. നിങ്ങളും എല്ലാം കാണുന്നുമുണ്ട്, പക്ഷെ മിണ്ടാതെ പോകുന്നു. എന്തുകൊണ്ടാടാ? എന്താടാ സംഭവിച്ചത്? അവൻ എത്ര വലിയ ദ്രോഹം ചെയ്തെന്ന് സാറിന് അറിയോ? വേണ്ട സാറേ, വിട്ടേക്ക് വിട്ടേക്ക്. തീർച്ചയായിട്ടും ഇത് വലിയ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എടാ നീയെങ്കിലും പറയടാ. കൊട പിടിച്ചതുകൊണ്ട് ഇടി നിർത്താൻ പറ്റില്ല സാറേ. എടാ കൊട എന്താ, നടുവിലെ ഇടി എന്താ? മനസ്സിലാവുന്ന പോലെ പറയടാ. റോസ്റ്റ് ഇടിയിൽ പൂക്കുന്നത് റോസാണ് സർ, അല്ലാതെ മുള്ളല്ല. വിശന്നാ കഴിക്കുന്നത് ചോറാണ് സർ, അല്ലാതെ ചേറല്ല.
ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുമിച്ച് കഴിക്കാൻ ഒരുപാട് നാട് കറങ്ങാം പക്ഷെ ഒരിക്കലും ഇങ്ങനെ പുറകിന് കുത്തരുത്. എടാ നിന്റെ കാല് പിടിച്ച് കേണ അപേക്ഷിക്ക. നീ പറയുന്ന ഈ റോസിനും മുള്ളിനും എന്താടാ ബന്ധം? മനസ്സിലാവുന്ന പോലെ പറയടാ. പറയാം സർ, ഞാൻ പറയാം. കയ്യിൽ വേറെ സ്വത്തില്ലെങ്കിലും ഫ്രണ്ട്സ് ആണ് സ്വത്തെന്ന് വെച്ച് ജീവിച്ചവരാണ് സർ ഞങ്ങള്. മറ്റുള്ളവർക്ക് വർഷത്തിൽ ഒറ്റൊരു ദിവസമാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ എങ്കിൽ ഞങ്ങൾക്ക് ഓരോ ദിവസം ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു സർ. ഒരിക്കൽ ഇങ്ങനെയായിരുന്നു, എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അടുത്തെത്തി. കയ്യിൽ ബിറ്റ് എടുത്തിട്ട് പോലെ ഏത് ക്വസ്റ്റിന് ഏത് ആൻസർ ആണ് എഴുതേണ്ടതെന്ന് പോലും അറിയാത്ത അപ്പാവികളാണ് സർ ഞങ്ങൾ എല്ലാരും ചേർന്ന് ഒരു ഉറച്ച തീരുമാനം എടുത്തിരുന്നു. എന്തായാലും നമുക്ക് പാസ്സാവാൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ ആയ കാര്യമാണെന്നും അറ്റ്ലീസ്റ്റ് എല്ലാരും ചേർന്ന് ഒരുമിച്ച് ഫെയിൽ ആകാമെന്നും. എക്സാംസ് ഒക്കെ എഴുതി സർ, റിസൾട്ടും വന്നു. പ്ലാൻ ചെയ്ത പോലെ എല്ലാരും ഫെയിൽ ആയി സർ. പക്ഷെ ഈ ഇരിക്കുന്ന ഈ രാജേഷ് എല്ലാ സബ്ജക്റ്റിലും ഫെയിൽ ആയി സർ. പക്ഷെ ഒറ്റ സബ്ജക്റ്റില് പാസ്സായി, ഒറ്റ സബ്ജക്റ്റില്. നിർത്തടാ, നിങ്ങൾ തന്നെ പറ സാറേ. എക്സാം ആളിരുന്ന് ബോറടിച്ചപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2 തവണ തിരിച്ചു മറിച്ചു എഴുതിയപ്പോ നിങ്ങളെ പോലെ വിവരം കിട്ട ഏതൊരുത്തം പേപ്പർ നോക്കി എന്നെ പാസ്സാക്കി വിട്ടു. തെറ്റ് എന്റെ ആണോ അവന്റെ ആണോ? തെറ്റ് നിന്റെതാ, നിന്റെ മാത്രം തെറ്റ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കാണിച്ചിരുന്നെങ്കിൽ ഞാനും ജസ്റ്റ് പാസ് എങ്കിലും ആവായിരുന്നു. എടാ നിനക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാടാ കിട്ടിയത്? ഇവനോ ആൻസർ പേപ്പർ അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. അതാ എന്റെ ബാലരാജ്. എടി, ഇവിടെ ഇരുന്ന് ഇങ്ങനെ പൊലമുതലും ഭേദം അവനോട് നേരിട്ടങ്ങ് തുറന്നു പറഞ്ഞൂടെ? പറയാം, എന്നാലും ബാലരാജിനോട് എന്റെ പ്രണയം അങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല. അതിന് ഒരുപാട് പ്രിപ്പറേഷൻ വേണം. എന്ത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു? നല്ല സാരി ഉടുക്കണം, സെന്റ് അടിക്കണം, മുഖത്ത് നന്നായി മേക്കപ്പ് ഇടണം. അപ്പൊ എന്നെ കണ്ടിട്ട് അവൻ നോക്കി നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോ നോന്ന് പറയാൻ അവന് ഒരിക്കലും മനസ്സ് വരില്ല. എന്റെ അമ്മോ. അതിന് നിനക്കെന്താ, ഞാൻ തന്നെ ഇത്രയധികം പ്രിപ്പറേഷൻ ചെയ്യുന്നു. നിനക്കാണെങ്കിൽ നിന്റെ അമ്മ രാജകുമാരനെ കൊണ്ടുതരും.